കയറുമ്പോ മണ്ടക്കിട്ടടി കുടം തുറക്കുമ്പോ അക്കിടി പൂതം ഹോയ് കുരുക്കഴിക്കുമ്പോ കുരുമെ കുരു കുനിഞ്ഞു കയറുമ്പോ മണ്ടക്കിട്ടടി കുടം തുറക്കുമ്പോ അക്കിടി പൂതം ഹോയ് ഓടിവാ പാടിവാ ചാടിവാ ചാഞ്ചാടിവാ ഓടിട്ടും പാടിട്ടും കൂടോടിവാ കുരുക്കഴിക്കുമ്പോ കുനുമെ കുരു കുനിഞ്ഞു കയറുമ്പോ മണ്ടക്കിട്ടടി കുടം തുറക്കുമ്പോ അക്കിടി പൂതം ഹോയ് കുരുക്കഴിക്കുമ്പോ കുനുമെ കുരു കുനിഞ്ഞു കയറുമ്പോ മണ്ടക്കിട്ടടി കുടം തുറക്കുമ്പോ അക്കിടി പൂതം ഹോയ് വാശിക്ക് ദോശ തിന്നു തീർക്കാനായി ആശിച്ച് മാമൻ മൂടി തുറന്നപ്പോൾ ശേഷിച്ച ദോശയും കുമ്പക്കെ കത്താക്കി കാശിക്ക് പോണോ ചിന്നൻ ചുണ്ടലി വീര്യം കൂടും ഇടി കിട്ടിട്ട് 4-5 പാർട്സുകൾ വിക്കായി പോയി അക്കിടി വരും വഴിയെവിടെന്ന് കൃത്യമായി അറിയും മാമനാണേ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒത്തുചേരുന്നൊരു മത്തങ്ങ പരുവമാണ് കുരുക്കഴിക്കുമ്പോ കുനുമെ കുരു കുനിഞ്ഞു കയറുമ്പോ മണ്ടക്കിട്ടടി കുടം തുറക്കുമ്പോ അക്കിടി പൂതം ഹോയ് കുരുക്കഴിക്കുമ്പോ കുനുമെ കുരു കുനിഞ്ഞു കയറുമ്പോ മണ്ടക്കിട്ടടി കുടം തുറക്കുമ്പോ അക്കിടി പൂതം ഹോയ് 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 മീശയ്ക്ക് നല്ല ഷേപ്പ് കിട്ടാനായി കീശയിൽ കരുതിയ കത്രികയൊന്ന് മോഷണം പോയതറിഞ്ഞപ്പോഴോ ആ ക്ഷണം മാമൻ ഇറുങ്ങി വീണു ആ നേരം കത്രിക കയ്യിലാക്കി പൂച്ചയോ നമ്പർ 1 ബാർബറായി മീശയും താടിയും വെട്ടി വെട്ടി മൊട്ടത്തലയിലോ പുള്ളി കുത്തി മൊത്തത്തിൽ നോക്കുമ്പോൾ ഒത്തുചേരുന്നൊരു മത്തങ്ങ പരുവമാണ് കുരുക്കഴിക്കുമ്പോ കുനുമെ കുരു കുനിഞ്ഞു കയറുമ്പോ മണ്ടക്കിട്ടടി കുടം തുറക്കുമ്പോ അക്കിടി പൂതം ഹോയ് കുരുക്കഴിക്കുമ്പോ കുനുമെ കുരു കുനിഞ്ഞു കയറുമ്പോ മണ്ടക്കിട്ടടി കുടം തുറക്കുമ്പോ അക്കിടി പൂതം ഹോയ് ഓടിവാ പാടിവാ ചാടിവാ ചാഞ്ചാടിവാ ഓടിട്ടും പാടിട്ടും കൂടോടിവാ വാ കുരുക്കഴിക്കുമ്പോ കുനുമെ കുരു കുനിഞ്ഞു കയറുമ്പോ മണ്ടക്കിട്ടടി കുടം തുറക്കുമ്പോ അക്കിടി പൂതം ഹോയ് കുരുക്കഴിക്കുമ്പോ കുനുമെ കുരു കുനിഞ്ഞു കയറുമ്പോ മണ്ടക്കിട്ടടി അയ്യോ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ അക്കിടി മാവന്റെ വീട്. Akidi Mamen, Akidi Mamen, Akidi Mamen.
ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം. സഹായത്തിന് ചിന്നനെ കൂടി വിളിച്ചാലോ? ഹലോ ചിന്ന, ഹലോ ചിന്ന, ഹലോ ചിന്ന. അക്കിടി മാമനാണല്ലോ എന്നെ വിളിക്കുന്നത്. ഹലോ ചിന്ന. എന്തിനാ എന്നെ വിളിച്ചത്? ചിന്ന, ഞാൻ രാവിലെ ഭക്ഷണം ഉണ്ടാക്കാൻ പോവുക. നീ എന്നെ സഹായിച്ചാൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരാം. ശരി, സമ്മതിച്ചു. ചിന്ന, ആദ്യം പോയി മാവെടുത്തുണ്ടോ? ഓക്കേ. നല്ല മണം. ഹായ്, എന്ത് നല്ല മണം. No. No, 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 no. എനിക്ക് വിശക്കുന്നു. No. എന്റെ വിശപ്പ് മാറിയിട്ട് നീ കഴിച്ചാ മതി. ഇതിന്റെ പകുതി എനിക്ക് തരാന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്നു. No. എന്റെ വിശപ്പ് മാറിയിട്ട് അധികം വന്നാ നിനക്ക് തരാം. ഇതെനിക്ക് വേണം. No. എന്റെ വിശപ്പ് മാറിയിട്ട് നീ കഴിച്ചാ മതി. ഇനി ഇതല്ലേ ഉള്ളൂ. എന്റെ വയറ് നിറഞ്ഞിട്ട് നീ കഴിച്ചാ മതി എന്ന് പറഞ്ഞില്ലേ? ചിന്ന, ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരാം. എടാ ചിന്ന, നിന്നെ ഞാനിന്ന് ശരിയാക്കും. എടാ ചിന്ന, ഹായ്, നല്ല ടേസ്റ്റ്.
അക്കിടി ചൂണ്ടയിടാൻ പോവുകയാണല്ലോ. ഹായ്, പുഴമീൻ കഴിച്ചിട്ട് കുറെ നാളായി. ഹായ് ചിന്ന, ഞാൻ ചൂണ്ടയിടാൻ പോവുക. നീ എന്നെ സഹായിച്ചാൽ കിട്ടുന്ന മീനിന്റെ പകുതി ഞാൻ നിനക്ക് തരാം. ശരി, സമ്മതിച്ചു. എന്നെ പറ്റിക്കരുത്. ഏയ് നോ 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 നോ, ഞാൻ നിന്നെ പറ്റിക്കില്ല. നോക്കിക്കോ, ഞാൻ നിനക്ക് ഒറ്റ മീൻ പോലും തരില്ല. നീ എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. എല്ലാ മീനും ഞാൻ തന്നെ കഴിക്കും. ഹായ് ചിന്ന, ഇവിടെ നിറയെ മീനുണ്ടെന്ന് തോന്നുന്നു. ചിന്ന ചിന്ന, നീ ചൂണ്ടയിൽ പെട്ടെന്ന് ഇര കൊരുത്തിക്കൊള്ളു. ശരി, ഓക്കേ. ഈ മീനെല്ലാം പിടിച്ചു കഴിഞ്ഞിട്ട് ഇവനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിക്കണം. ഇതെല്ലാം ഇപ്പോൾ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ ഈ അക്കിടി എന്നെ പറ്റിക്കും. ചിന്നോ, ഹലോ ചിന്ന, ചിന്നോ, ചിന്നോ, ചിന്ന, ചിന്നോ, ഹലോ. അവൻ പോയെന്ന് തോന്നുന്നു. ഇനി മീനെല്ലാം എനിക്ക്. കുടം തുറക്കുമ്പോ അക്കിടിപ്പൂതം ഹോയ്. അക്കിടി 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 മാമൻ, അക്കിടി 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 മാമൻ. ചിന്ന, ഇന്ന് നിന്റെ അവസാനമാണ്. അക്കിടി മാമൻ, അക്കിടി മാമൻ. ഒന്ന്, ഒരു കഷ്ണം മരച്ചീനിയിൽ എലിവിഷം പുരട്ടി വയ്ക്കുക. അത് വേണ്ട, ചിലപ്പോൾ ഞാൻ തന്നെ എടുത്ത് തിന്നാലോ. 2, ഒരു എലിവില്ല് വയ്ക്കുക. അതും വേണ്ട, ചിലപ്പോൾ എൻ്റെ കൈയായിരിക്കും വീഴുന്നത്. 3,
അക്കിടിമാമന്റെ ബാഗിൽ എന്തോ രുചിയുള്ള ആഹാരമുണ്ടെന്ന് തോന്നുന്നു. ഹായ്, നല്ല മണം. സൂത്രത്തിൽ അത് തട്ടിയെടുക്കണം. ഹായ് ഹായ് ഹായ്, എന്ത് നല്ല മണം. വാ മോനെ വാ, ഇത് നിന്റെ അവസാനത്തെ യാത്രയാ. എന്ന് നോക്കിക്കോ. ഞാനൊരു പാവപ്പൂച്ചികനാണ്, മോഷണമല്ലേ എന്റെ പണി. ഞാനൊരു പാവപ്പൂച്ചികനാണ്, മോഷണമല്ലേ എന്റെ പണി. അങ്ങനെ നീ കീഴടങ്ങിയല്ലേ? പറയൂ ബോസ്, ഇവനെ എന്ത് ചെയ്യണം? നീ ഇനി ബോസിനെ ശല്യപ്പെടുത്തുവോ? ബോസല്ല, അക്കിടിമാമൻ. ബോസ് എന്ന് പറഞ്ഞ യജമാനെന്നാ. പറ, നീ ഇനി ബോസിനെ ശല്യപ്പെടുത്തുവോ? അയ്യോ ഇല്ലില്ല, ഇനി ശല്യപ്പെടുത്തില്ല. ബോസ്, ഇവൻ എന്ത് ശിക്ഷയാ കൊടുക്കേണ്ടത്? ഇത്രയും ദിവസം ഇവൻ നമ്മളെ പറ്റിച്ചതല്ലേ, ഇവൻ 100 ഏത്തമിടട്ടെ. ബോസ് പറഞ്ഞത് കേട്ടല്ലോ, 100 ഏത്ത വിടാൻ. 1 2 3 4 5 6 7 8 9 10. ആ, നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. 9 കഴിഞ്ഞ 12 അല്ലേ? നിനക്ക് തെറ്റി. ബോസ്, 8 കഴിഞ്ഞല്ലേ 12? നോ 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 9 കഴിഞ്ഞ 12. ഇവിടെ ഞാനാ ബോസ്. ഞാൻ പറയുന്നതാ ശരി. ഇവർക്ക് എണ്ണാൻ അറിയില്ലെന്ന് തോന്നുന്നു. ബാക്കി എണ്ണ. 12 20 31 42 51 99 98 4 100. എത്ര പെട്ടെന്നാ ഇവ 100 വരെ എണ്ണിയത്. ആ ശരിയാ. ബോസ്, നീ ഇവനെ എന്ത് ചെയ്യണം? അവൻ പോട്ടെ, ഇനി നീ എന്നെ ശല്യപ്പെടുത്തരുത്. കേട്ടില്ലേ? ഇനി ബോസിനെ ശല്യപ്പെടുത്തിയാൽ നിന്റെ മാളം ഞാൻ കത്തിച്ചളയും. പോയിക്കോ. ബോസ്, എന്റെ ഇന്നത്തെ ജോലി തീർന്നു.
ജോലി കഴിഞ്ഞാൽ എനിക്ക് പാലും വേണം, മുട്ടയും വേണം. വേഗം കൊണ്ടുവാ. ഇവിടെ ഒരു മുട്ടയും ഒരു ഗ്ലാസ് പാലുവേ ഉള്ളൂ. പക്ഷെ അത് എനിക്ക് വേണം. എലിയെ പിടിച്ചാ എനിക്ക് പാലും മുട്ടയും തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുടിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ നിനക്ക് തരാം. എനിക്ക് പാലും മുട്ടയും വേണം. നോ, നിനക്ക് പാലുമില്ല, മുട്ടയുമില്ല. പറ്റിച്ചേ പറ്റിച്ചേ മണ്ടം പൂജയെ പറ്റിച്ചേ, പറ്റിച്ചേ പറ്റിച്ചേ മണ്ടം പൂജയെ പറ്റിച്ചേ. എന്ത് പറ്റി? പാലും മുട്ടയും തരാന്ന് പറഞ്ഞ് ആ ബോസിനെ പറ്റിച്ചു. അക്കിടിയെ എന്നെയും ഒരുപാട് പറ്റിച്ചിട്ടുള്ളതാ. വഴക്കിനിടയിൽ പരിചയപ്പെടാൻ മറന്നുപോയി. ഞാൻ ചിന്നൻ. എന്റെ പേര് കണ്ണൻ പൂച്ച. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. നിന്നെ പിടിച്ചു കൊടുത്താൽ എനിക്ക് പാലും മുട്ടയും തരാന്ന് പറഞ്ഞ അക്കിടി എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് അയാൾ എന്നെ പറ്റിച്ചു. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. നമ്മളിനി നല്ല കൂട്ടുകാരായിരിക്കും. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഒന്നിച്ച് ഓപ്പറേഷൻ ആരംഭിക്കാം. ഓ, എനിക്ക് വിശന്ന് കൊടല് കരിയുന്നു. എന്ത് കിട്ടിയാലും 50-50. ഓക്കെ ഓക്കെ. വല്ലതും കഴിക്കാൻ കിട്ടുമോന്ന് അക്കിടിയുടെ വീട്ടിൽ പോയി നോക്കാം. എലിയേയും പറ്റിച്ച് പൂച്ചയും പറ്റിച്ച് പാലും മുട്ടയും എനിക്ക്. എലിയേയും പറ്റിച്ച് പൂച്ചയും പറ്റിച്ച് പാലും മുട്ടയും എനിക്ക്. ഹലോ, ആരാ അവിടെ? ഹലോ, ആരാണെന്ന്? ഈ എലിയും പൂച്ചയും ഒന്നിച്ച സ്ഥിതിക്ക് ഇവർ എനിക്ക് ശല്യമാണ്. ഇവരുടെ ശല്യം തീർത്തേ പറ്റൂ. ഐഡിയ. ഹായ്, നല്ല മണം. അക്കിടിയുടെ വീട്ടിൽ നിന്നാ. അക്കിടി ഇന്ന് നല്ല സ്പെഷ്യൽ ആഹാരം ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. ഇത് തിന്ന് അവന്മാര് ബോംബ് പൊട്ടിച്ചാകും. പിന്നെ എനിക്ക് സമാധാനമായി. അവര് വരുന്നെന്ന് തോന്നുന്നു. മാറിയിരിക്കും. നിന്റെയൊക്കെ അവസാനത്തെ തീറ്റിയായത്. നല്ല ടേസ്റ്റ് അല്ലേ? ഉഗ്രൻ. പേടിക്കണ്ട പേടിക്കണ്ട, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. കഴിച്ചോളൂ കഴിച്ചോളൂ.
അക്കിടിയുടെ സ്നേഹം കണ്ടിട്ട് എന്തോ കുഴപ്പം പോലെ. ഏയ്, നിനക്ക് തോന്നുന്നതാ. ദേ, ഇനി ഒരു ഗുണ്ടൂടുണ്ട്. അത് നമുക്ക് പിന്നെ കഴിക്കാം. ശരിയാ, വയറ് നിറഞ്ഞു. ഹലോ 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 ഹലോ, നിങ്ങൾ അതും കൂടി കഴിച്ചിട്ട് പോയാൽ മതി. അതിനകത്താ നിന്നെയൊക്കെ കൊല്ലാൻ വച്ചിരിക്കുന്ന ബോംബിരിക്കുന്നത്. രണ്ടുപേരും പകുതി വീതം കഴിച്ചോളൂ. അക്കിടി എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. ചിന്ന, ഇതിൻ്റെ അകത്ത് എന്താ കരിമരുന്ന് മണം? വല്ല ബോംബോ മറ്റോ ആണോ? അയ്യോ, ഹലോ, എന്തു പറ്റി? ഞങ്ങൾക്ക് വയറ് നിറഞ്ഞു. ഇത് അക്കിടി കഴിച്ചോ? നോ 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 നോ, എൻ്റെ വയറ് നിറഞ്ഞിരിക്കുക. നിങ്ങൾ 50-50 ആക്കി കഴിക്കുക. ഞാൻ ഇപ്പം വരാം. ഇതിലെന്തോ കുഴപ്പമുണ്ട്. Kingsmead on its feet. So is the commentary box. And here goes Broad. Last ball of the innings. So is the commentary box. And here goes Broad. Last ball of the innings. Yuvraj must be favourite here. Put the 6-1 into the crowd as well. Kingsmead on its feet. So is the commentary box. And he's put it away! Oh, has he? Yes! Akkadi Mamen, Akkadi Mamen. It's a different tone. നിങ്ങളുടെ ഏത് ശത്രുവിനെയും അടിച്ചു നിരത്താൻ ഞങ്ങളെ വിളിക്കുക. ഹലോ ഹലോ ഹലോ, ഞാനും അതാ നോക്കുന്നത്. ആനക്കാട്ടിലെ പേര് കേട്ട റൗഡിയാത്. ഓഹോ, നമ്മളെ പിടിക്കാൻ അക്കിടി കൊണ്ടുവന്നതായിരിക്കും. വാ, നമുക്ക് നോക്കാം.
ഞാൻ ആനക്കാട്ടിൽ നിന്ന് വരികയാണ്. എന്റെ പേര് കടിയൻ ഡോഗ്. ആനക്കാട്ടിലെ പേര് കേട്ട റൗഡിയാണ് ഞാൻ. ഈ അക്കിടി മാമൻ. ഞാൻ അക്കിടി മാമൻ. ഞാനാണ് നിങ്ങൾക്ക് ഫോൺ ചെയ്തത്. പറയൂ, ഞാൻ ആരെയാണ് കടിച്ചു കീറിക്കൊല്ലേണ്ടത്? പറയൂ പറയൂ. എനിക്ക് 2 ശത്രുക്കളുണ്ട്. ഒന്ന്, ദേ ആ മാളത്തിൽ താമസിക്കുന്ന എലി. 2, അവൻ്റെ കൂടെ നടക്കുന്ന ഒരു പൂച്ച. 2 എണ്ണത്തിനെയും കടിച്ച് കീറി ശരിയാക്കണം. എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. പണം ഞാൻ വാങ്ങാറില്ല. എനിക്ക് വയറ് നിറച്ച് ആഹാരം തന്നാൽ മതി. ചിക്കൻ നിർബന്ധമാണ്. ഓക്കെ, നീ പോയി അവരെ പിടിച്ചിട്ട് വാ. ഇതാണ് അവരുടെ ഫോട്ടോ. അവരെ കടിച്ചു കീറി കൊല്ലട്ടെ? കൊല്ലണ്ട, അവരെ കടിച്ച് 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 ദേ അവന്മാര് പിടിക്കവരെ. എന്റെ കെണിയിൽ വീഴാത്ത ആരുമില്ല. സത്യം പറ, ആ പൂച്ച എവിടെ? അയ്യോ, എനിക്കറിയില്ല. നീ അവനെ ഇങ്ങോട്ട് വിളിക്ക്. അയ്യോ, എനിക്കറിയില്ല. ആഹാ, നിന്നെ ഞാൻ കടിച്ചേറി കൊല്ലും. അയ്യോ, എന്നെ കടിക്കല്ലേ, ഞാൻ വിളിക്കാമേ. കണ്ണമ്പൂച്ചേ, നീ ഇങ്ങോട്ട് വാ, ഞാൻ ഇവിടെയുണ്ട്. ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. ആ, നീ തന്നെ നീ തന്നെ. രണ്ടുപേർക്ക് നന്നായിട്ട് കൊടുത്തില്ലേ ഇടി? നന്നായിട്ട് കടിച്ച് ശരിയാക്കി. ഇനി നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തുമോ? ഇന്ന് തന്നെ 2 പേരും ഈ നാട് വിട്ട് പൊയ്ക്കോണം. എങ്കിൽ പൊയ്ക്കോ. ബോസ്, എന്റെ ജോലി തീർന്നു. ഇനി എനിക്ക് വയറ് നിറച്ച ആഹാരം തരണം. ചിക്കൻ നിർബന്ധമാണ്. നീ ഇവിടെ ഇരിക്ക്, ഞാൻ ചിക്കൻ ഉണ്ടാക്കി കൊണ്ടുവരാം. ഓക്കെ? ഇനി ഇവനെ ഒന്ന് പറ്റിക്കണം. ഈ കറിയിൽ ചിക്കന് പകരം 5-6 റബ്ബർ കഷ്ണം പീസാക്കിയിടാം. ചിക്കനെല്ലാം എനിക്ക്, റബ്ബറെല്ലാം അവന്. ഇത്തിരി വളിച്ച ചോറും കൊടുക്കാം. അങ്ങനെ അവനെ പറ്റിക്കാം. അയ്യേ, ഈ ചോറിന് എന്തൊരു നാറ്റം. ചിക്കൻ കഴിക്കാനേ പറ്റുന്നില്ല. ഈ ആഹാരം 2 ദിവസം പഴക്കമുള്ളതാ. നീ തിന്നുന്നത് ചിക്കനല്ല, റബ്ബറാ. റബ്ബർ, നല്ല 1-ാം തരം റബ്ബർ. എന്നെ പറ്റിച്ച് നിന്നെ ഞാൻ കടിച്ചു കീറും. ഇനി നിനക്ക് എന്നെ കടിക്കണോ? അയ്യോ, എന്നെ ഒന്നും ചെയ്യില്ലേ. അയ്യോ, ഓടിക്കോ ഓടിക്കോ, കടിയണ്ടോകെ ഓടിക്കോ. എലിയും പോയി, പൂച്ചയും പോയി. കടിയണ്ടോകിനെ പറ്റിക്കുകയും ചെയ്തു. പറ്റിച്ചേ പറ്റിച്ചേ, കടിയണ്ടോകിനെ പറ്റിച്ചു. എന്നാലും റൗഡിയായി എന്നെ ആ അക്കിടി പറ്റിച്ചല്ലോ. ആ അക്കിടി നിന്നെ പറ്റിച്ചു അല്ലേ? നീ ആരാ? ആ അക്കിടിയെ ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാ. എന്നിട്ടും അയാൾ എന്നെ പറ്റിച്ചു. അയാൾ എന്നെയും പറ്റിച്ചു, ഇപ്പതാ ചേട്ടനെയും പറ്റിച്ചു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാളെന്നെ പറ്റിക്കുന്നത്. ആ, അതുകൊണ്ട് അക്കിടിയെ നമുക്കൊന്ന് പറ്റിക്കണം. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. ഇനി മുതൽ നമ്മൾ നല്ല കൂട്ടുകാരായിരിക്കും. ഇന്ന് അക്കിടി ഉറങ്ങുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാ ആഹാരം എടുത്ത് കഴിക്കണം. ഇത്തിരി
ഒരിത്തിരി ആഹാരം പോലും ബാക്കി വെക്കരുത്. അയാള് വിശന്ന് പൊരിയണം. അത് മാത്രം പോരാ, ആ തോക്കിലെ ഉണ്ടയെല്ലാം എടുത്തു മാറ്റണം. പിന്നൊന്നും പേടിക്കണ്ടല്ലോ. എന്നിട്ട് വേണം എനിക്ക് അവനെ കടിച്ചു കീറാൻ. വരൂ, നമുക്ക് ഓപ്പറേഷൻ ആരംഭിക്കാം. വലിയൊരു കൂർക്കം വലിയോടെ അക്കിടി മാമൻ ഉറങ്ങുമ്പോൾ തക്കിട തരികിട മൂന്നാളും അടുക്കളയൊക്കെ വെടിപ്പാക്കി. വലിയൊരു കൂർക്കം വലിയോടെ അക്കിടി മാമൻ ഉറങ്ങുമ്പോൾ തക്കിട തരികിട മൂന്നാളും അടുക്കളയൊക്കെ വെടിപ്പാക്കി. വലിയൊരു കൂർക്കം വലിയോടെ അക്കിടി മാമൻ ഉറങ്ങുമ്പോൾ തക്കിട തരികിട മൂന്നാളും അടുക്കളയൊക്കെ വെടിപ്പാക്കി. അടുക്കളയൊക്കെ വെടിപ്പാക്കി. സത്യം പറ, നീയാണോ എന്റെ ആഹാരം എടുത്ത് കഴിച്ചത്? നീയാണോ അതോ നീയാണോ? അതെ, ഞങ്ങൾ തന്നെയാണ് ആഹാരം എടുത്ത് കഴിച്ചത്. പറ്റിച്ചേ പറ്റിച്ചേ അക്കിടി മാമനെ പറ്റിച്ചേ. പറ്റിച്ചേ പറ്റിച്ചേ അക്കിടി മാമനെ പറ്റിച്ചേ. കുടുകുടുമായും കളിയൻ ഡോഗും പൂവി വിളിക്കണ ചിന്നൻ റാറ്റും പോക്കരി കുത്തും കണ്ണൻ ക്യാറ്റും അണുവിട തെറ്റാതെ അക്കിടി മാമനെ അടിപൊളി വട്ടം ചുറ്റിക്കുന്നേ. അവന്മാരെല്ലാം ഈ ഗുഹയിലുണ്ട്. എല്ലാവരെയും ഞാനൊന്ന് വെടിവെച്ച് വീഴ്ത്തും. കുരുക്കഴിക്കുമ്പോ കുനുമെ കുരു കുനിഞ്ഞു കയറുമ്പോ മണ്ടക്കിട്ടടി കുടം തുറക്കുമ്പോ അക്കിടിപ്പൂതം ഹോയ്. കുരുക്കഴിക്കുമ്പോ കുനുമെ കുരു കുനിഞ്ഞു കയറുമ്പോ മണ്ടക്കിട്ടടി കുടം തുറക്കുമ്പോ അക്കിടിപ്പൂതം ഹോയ്. Ba 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 ba. അയ്യോ, ഓ, ഫൂൾസ്, എല്ലാവരും പോയിക്കോ എന്റെ വീട്ടിൽ നിന്ന്. ഇല്ലെങ്കിൽ എല്ലാവരും ഞാൻ വെടിവെച്ച് കൊല്ലും. ആഹാ, അത്രയ്ക്കായോ?
ba 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 ba.